അമ്മയ്ക്ക് പാല് കുറവാണോ? പാല് മുഴുവൻ വെള്ളമാണല്ലോ, കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടി വരുമോ? ഇത്തരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒരു ന്യൂ മദറിന് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ചിലത് ഫാക്റ്റ് ആയിരിക്കാം, ചിലത് മിത്തായിരിക്കാം. ഫാക്റ്റും മിത്തും ഏതാണെന്ന് വേർതിരിച്ച് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഡോക്ടർ അഞ്ജന അശോക്. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പാല് മുഴുവൻ വെള്ളമാണല്ലോ, കുട്ടിക്ക് ഒരു പോഷകവും അതിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. എന്നാൽ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് 2 രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. ഒന്ന് ഫോർ മിൽക്കും ഒന്ന് ഹൈ മിൽക്കും. ആദ്യം വരുന്ന ആ ഒരു 10 മിനിറ്റിലെ പാലാണ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. ഫോർ മിൽക്കിലെ പാലിൽ ധാരാളം വെള്ളം കാണും, അതോടൊപ്പം തന്നെ ആൻറ്റിബോഡീസും ലാക്ടോസും കാണും. ഹൈ മിൽക്കിൽ ഫാറ്റ് ആയിരിക്കും. അപ്പോൾ വിശപ്പ് മാറാൻ ഫാറ്റാണ് ഹൈ മിൽക്കാണ് ഹെൽപ്ഫുൾ എങ്കിൽ, അതേപോലെ തന്നെ ഹെൽപ്ഫുള്ളാണ് മറ്റു ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫോർ മിൽക്ക്. മറ്റൊരു മിത്ത് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ബ്രസ്റ്റ് ആണെങ്കിൽ കുറച്ച് പാലും വലിയ ബ്രസ്റ്റ് ആണെങ്കിൽ കൂടുതൽ പാലും കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മുടെ ഗ്ലാൻഡുലാർ ടിഷ്യൂ അനുസരിച്ചും നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ അനുസരിച്ചും അതേപോലെ തന്നെ നമ്മുടെ എംറ്റിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഫ്രീക്വൻറ്റ് എംറ്റിങ് അനുസരിച്ചിരിക്കും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ. മറ്റൊരു കാര്യം നമ്മളെപ്പോഴും കേൾക്കുന്നത്, 6 മാസത്തിന് മുൻപുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് അമ്മമാർ പറയും, ചില അമ്മമാരൊക്കെ പറയും, കുട്ടിക്ക് വെള്ളം കൊടുക്കൂ, ദാഹിക്കുന്നുണ്ടാവില്ലേ എന്ന്. ഒരിക്കലും കൊടുക്കരുത്. 6 മാസത്തിന് മുൻപുള്ള കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി. നമ്മുടെ നേച്ചറിനനുസരിച്ച്, നേച്ചറിലെ ചേഞ്ചസിനനുസരിച്ച് ബ്രസ്റ്റിൻ്റെ മിൽക്കിലും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് വേനൽക്കാലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോർ മിൽക്ക് കൂടുതൽ വന്ന് ഹൈ മിൽക്ക് കുറയും. മഴക്കാലം തണുപ്പുകാലമൊക്കെ ആകുമ്പോൾ നേരെ തിരിച്ചുമാകും. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടപ്പെട്ട എല്ലാ പോഷകങ്ങളും കുട്ടിക്ക് ഈ പാലിലൂടെ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴേക്കും കുട്ടിക്ക് പാല് കൊടുക്കല്ലേ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, കുട്ടിക്ക് പാല് കൊടുക്കാം. പക്ഷേ അത് പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് വേണം. ഒരുവിധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിന് വേണ്ട പ്രതിരോധശേഷി, ആ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷി ആൻറ്റിബോഡീസ് പാലിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാല് കൊടുക്കാം. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അമ്മ വീക്ക് ആണെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട്, അതുപോലെ മെഡിക്കേഷൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് വേണം പാല് കൊടുക്കാനായിട്ട്. വേറൊരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത്, ഫോർമുല മിൽക്ക് കൊടുക്കാതെ കുട്ടികൾക്ക്, ഫോർമുല മിൽക്കും ബ്രസ്റ്റ് മിൽക്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഫോർമുല മിൽക്കിൽ ഉള്ളതിനേക്കാളും ലൈഫ് സെൽസ്, എൻസൈംസ്, ഹോർമോൺസ് ഇതെല്ലാം നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടി വളരുന്നതിനനുസരിച്ച് ബ്രസ്റ്റ് മിൽക്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും ഫോർമുല മിൽക്കിൽ ആ ചേഞ്ചസ് വരില്ലല്ലോ. സോ ഫോർമുല മിൽക്കും ബ്രസ്റ്റ് മിൽക്കിനും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ കുറേ മിത്സ് നമുക്ക് ചുറ്റും കാണാം. അതിൽ ഫാക്റ്റ് ഏതാണെന്ന് തപ്പിപ്പിടിച്ച് ഫാക്റ്റ് മാത്രം ഫോളോ ചെയ്യുക. ഫോർ എ ഹെൽത്തി ബേബി ആൻഡ് ഹെൽത്തി മദർ. താങ്ക് യു.